പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗീതു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിജയലക്ഷ്മി കാണുന്നതിനായി വന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗീതു ഇനി ശരീരമെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് വിജയലക്ഷ്മി. ഇതോടെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പു പറയുന്ന ഗീതു ഇതേ തുടർന്ന് വിജയലക്ഷ്മി ഇവിടെ നിന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം വിജയലക്ഷ്മിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഞാനിവിടെ നിൽക്കാൻ തയ്യാറാണ് എന്ന് വിജയലക്ഷ്മി പറയുന്നു. പക്ഷേ ഗോവിന്ദിന് അത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഞാനതിന് തയ്യാറാകാത്തത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദിനോട് ഇതേപ്പറ്റി ഞാൻ സംസാരിച്ചു കൊള്ളാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗീതു. എന്നാൽ ഇതേ സമയം ഗീതുവിൻ്റെ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അജാസ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് കിഷോറിൻ്റെ മരണത്തിന് പിന്നാലെയുള്ള ഗീതുവിൻ്റെ ഓട്ടം നിലയ്ക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അജാസ്. അതുകൊണ്ട് തന്നെ ഇനി തലവേദനയുണ്ടാവുകയില്ല എന്ന് അജാസ് കരുതുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് അജാസ് വന്നിരിക്കുകയാണ്. ഗീതുവിനെയും അതുപോലെ തന്നെ ഗോവിന്ദിനെയും കാണുന്നതിനായി. മാത്രവുമല്ല ഇതേ തുടർന്ന് ഗീതുവിന് ഇനി റെസ്റ്റാണ് വേണ്ടത് എന്നുള്ള കാര്യം അജാസ് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് ഗീതു തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അജാസിനോട് പറയുകയും അജാസ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് രഞ്ജു മുന്നിലേക്ക് വരുന്നത്. രഞ്ജുവിനെയും ധ്യാനിനെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി നടക്കുകയാണ് ഗോവിന്ദിന്റെ ഭാഗത്ത് നിന്ന്. രഞ്ജു സത്യങ്ങൾ അറിഞ്ഞാൽ എന്താകും ഉണ്ടാകുക എന്നുള്ള ഭയത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എങ്കിലും ഒടുവിൽ ഗോവിന്ദിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ജീവിതത്തിൽ. സത്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി രഞ്ജു മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ്. തന്നിൽ നിന്നും എന്തോ കാര്യം വീട്ടുകാർ മുഴുവൻ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രഞ്ജുവിന് ആദ്യമേ മനസ്സിലായിരുന്നു. അത് എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ രഞ്ജു മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഒടുവിൽ ആ സത്യം മറനീക്കി മുന്നിലേക്ക് കടന്നു വരുന്നത്. തനിക്ക് വലിയൊരു രോഗമുണ്ട് എന്നുള്ള കാര്യം രഞ്ജു തിരിച്ചറിയുകയാണ്. മാത്രവുമല്ല തൻ്റെ പക്കൽ ജീവിക്കുന്നതിനായി അധിക സമയം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും അറിഞ്ഞതിനെ തുടർന്ന് തകർന്നു പോകുന്ന രഞ്ജു ധ്യാനിനെ ചെന്ന് കാണുകയും ധ്യാനിനോട് ഈ കാര്യങ്ങൾ നിനക്ക് നേരത്തെ അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ധ്യാൻ ഉത്തരം പറയാതെ നിൽക്കുകയാണ്. ഇത് കാണുന്ന രഞ്ജു അപ്പോ നിനക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഇതെല്ലാം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അല്ലേ എന്ന് ചോദിക്കുകയും ഈ ഒരു ചതി ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. കാരണം നിന്നെ ഞാൻ അത്രയധികം സ്നേഹിച്ചിരുന്നു. നീ എൻ്റെ കൂടെ എന്നും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത് കേൾക്കുന്ന ധ്യാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, നിന്നെ ഒരിക്കലും ഞാൻ ചതിച്ചിട്ടില്ല. നിന്റെ രോഗവിവരം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. കാരണം നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ധ്യാൻ രഞ്ജുവിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.